റിസൾട്ട് വരും. ഈ മലബന്ധം നല്ലോണം മാറി കിട്ടും. ഇത് ഇപ്പോൾ വയ്യാത്തവരാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുക. അതല്ലെങ്കിൽ വയ്യാത്തവരാണ് വീട്ടിലുള്ളതെങ്കിൽ നിങ്ങളെ പോലെ കാണുന്നവർ, ഇത് കാണുന്നവർ ചെറുമക്കളായാലും മക്കളായാലും ചെറുമക്കളായാലും ആരായാലും ശരിയാണ്, നിങ്ങൾ ഒന്നത് ചെയ്ത് കൊടുക്കുക. കാര്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഒരു പുണ്യം കൃത്യമായിട്ട് കിട്ടും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അല്ലാതെ അവർക്ക് ഒരു ചാരി വാങ്ങിച്ച് കൊടുത്ത നമ്മൾ തുണി വാങ്ങിച്ച് കൊടുത്തെന്ന് പറഞ്ഞിട്ടല്ലാതെ അവർക്ക് ഉള്ള തുണി അവർ കൊടുത്തു. നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. അവർക്ക് വയ്യെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം ഈ പണി. ഇത് നിങ്ങൾ കൊണ്ട് വിചാരിച്ചാൽ നടക്കും. മന്ദാര എന്ന് പറയുന്നത് നാട്ടുമ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നിന്ന് പൂ മാത്രം പറിച്ചാൽ മതി. അതിൻ്റെ പൂവാണ് പറിച്ചു കൊണ്ടത് ഉണക്കുക, ഉണക്കി പൊടിച്ച് വയ്ക്കുക. ഇപ്പം നമുക്ക് കുറച്ച് പൂവേ കിട്ടുകയാണെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടത് ഉണക്കി പൊടിക്കുക. വീണ്ടും 2-3 ദിവസം ഇങ്ങനെ ദിവസവും പോയി അത് പറിക്കണം. കുറേ ദിവസം പറിച്ച് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈ ആവശ്യത്തിനുള്ള പൂ കിട്ടും. അത് ദിവസവും പോയി എടുത്തുകൊണ്ടെന്ന് ഉണക്കണം. വെയിലുള്ള സമയത്ത് എടുക്കുക, പൂ എടുക്കുക, ഉണക്കുക, കൊണ്ടുവരിക, പൊടിച്ച് വയ്ക്കുക. ഇതാണ് പൊടിച്ച് ഒരു കുപ്പി സ്റ്റീൽ സ്റ്റീലോ അല്ലെങ്കിൽ മറ്റേ കുപ്പി ചില്ല് കുപ്പിയോ അതിനടച്ച് വെച്ചിരുന്നാൽ മതി. സ്റ്റോർ ചെയ്ത് വയ്ക്കുക. രാവിലെയും വൈകുന്നേരവും കൊടുക്കുക. ചൂടുവെള്ളത്തിലോ കഞ്ഞി വെള്ളത്തിലോ. പഴങ്കഞ്ഞി വെള്ളം രാവിലെ കൊടുക്കണമെങ്കിൽ പഴങ്കഞ്ഞി വെള്ളത്തിൽ കൊടുക്കുക. വൈകുന്നേരം ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ കൊടുക്കുക. ഇതാണ് പ്രധാന മരുന്ന്. ഒറ്റമൂലി മരുന്നാണ്. ഈ മരുന്ന് കൊടുത്താൽ ഈ അസുഖം പൂർണ്ണമായി മാറിക്കിട്ടും. 50 ഗ്രാം കഴിക്കുമ്പോൾ നിങ്ങളുടെ അസുഖം പൂർണ്ണമായി മാറിക്കിട്ടും. നല്ല രീതിയിൽ അവർക്ക് ഈ മലബന്ധ അസുഖം മാറിക്കിട്ടും. ഇത് ഒറ്റമൂലി മരുന്നാണ്. നല്ല നാട്ടുമരുന്ന് ഒറിജിനലാണ്. ഇത് നിങ്ങൾ ചെയ്യണം. ചെയ്തതിൻ്റെ ഗുണം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇതിൻ്റെ ഗുണം നിങ്ങൾ ഇതിൽ തരിക. നിങ്ങളിത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണം പറയുക. ഓക്കെ, ശരി. ഇന്നത്തേക്ക് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.